വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1 ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്ത ആക്ടിവിറ്റീസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഈ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 ആയിരിക്കും ചർച്ച ചെയ്യുക, അതിലെ ആക്ടിവിറ്റീസ് ആയിരിക്കും ചർച്ച ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും ഇനി ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നന്നായിരിക്കും. നമുക്ക് യൂണിറ്റ് 2 ആക്ടിവിറ്റീസിലോട്ട് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ആയിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്ക് ടു ഗ്രീൻ എന്ന യൂണിറ്റിലെ പാഠഭാഗമായിരിക്കും നമ്മളിന്ന് ചർച്ച ചെയ്യാം. നെക്സ്റ്റ് ഫസ്റ്റ് വൺ, ആക്ടിവിറ്റി 1, ഹാവ് യു മേഡ് ദ ബേർഡ്, പേസ്റ്റ് ഇറ്റ് ബിലോ. നിങ്ങളോടൊരു ബേർഡിനെ മേക്ക് ചെയ്തിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഏത് ബേർഡ് ആയിരിക്കണം? ഹാവ് യു മേഡ് ദ ബേർഡ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബേർഡിനെ മേഡ് ചെയ്തിട്ടുണ്ടോ? പേസ്റ്റ് ഇറ്റ് ബിലോ, അത് നിങ്ങളോട് പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പേസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കണം? ദിസ് ഈസ് എ പാരറ്റ്. നമ്മൾ പാരറ്റിൻ്റെ പാഠമായിരുന്നു, നമ്മൾ പാരറ്റ് ആയിരിക്കും പേസ്റ്റ് ചെയ്യുക. ദിസ് ഈസ് എ പാരറ്റ്, ഇതൊരു തത്തമ്മയാണ്. എ ഡാഷ് പാരറ്റ്, എന്ത് പാരറ്റാണ്? നമുക്കൊരു ഗ്രീൻ പാരറ്റ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ എ ഗ്രീൻ പാരറ്റ് എന്ന് പറയാം. അത് നിങ്ങൾക്ക് വിട്ടുന്നു. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? നിങ്ങൾ എന്ത് പാരറ്റാന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഫില്ല് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് എ ഗ്രീൻ പാരറ്റ്. നെക്സ്റ്റ് നോക്കാം, ആക്ടിവിറ്റി 2, ഹൂ ആർ പോളീസ് ഫ്രണ്ട്, ട്രേസ് ദ ഡോട്ട് ലൈൻ ആൻഡ് കളർ ദ പിക്ചർ. ഹൂ ആർ പോളീസ് ഫ്രണ്ട്, പോളീസിൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ റാബിറ്റ് ഉണ്ട്, ഡക്ക് ഉണ്ട്, എലിഫൻ്റ് ഉണ്ട്. ഇവരെല്ലാം എന്താണ്? ഡോട്ടിലാണുള്ളത്. നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ട്രേസ് ചെയ്യണം. ദാറ്റ് ഈസ് നിങ്ങൾ പെൻസിലുകൊണ്ട് ആ ഡോട്ടിൻ്റെ മേലെ കൂടെ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആരാന്ന് മനസ്സിലാവും, അത് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് എന്താണ്? പോളീസ് ഫ്രണ്ട്സ് ആർ. ഇവിടെ 3 സ്പേസ് ഉണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ലെറ്റ് us sing together. നമുക്ക് ഒപ്പം പാടാം. Elephant, rabbit, parrot and duck, they are friends, friends in the jungle. അങ്ങനെ. ഓക്കെ, എലിഫന്റ്, റാബിറ്റ്, പാരറ്റ് ആൻഡ് ഡക്ക്. എലിഫന്റ് എന്ന് പറഞ്ഞാൽ ആന, റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയൽ, പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്തമ്മ, ആൻഡ് ഡക്ക് എന്ന് പറഞ്ഞാൽ താറാവ്. ദേ ആർ ഫ്രണ്ട്സ്, അവർ കൂട്ടുകാരാണ്. ഫ്രണ്ട്സ് ഇൻ ജംഗിൾ, എവിടെയുള്ള കൂട്ടുകാരാണ്? കാട്ടിലെ കൂട്ടുകാരാണ്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് നോക്കാം. ദേ പ്ലേ ആൻഡ് പ്ലേ ഓൾ ഡേ. അപ്പോൾ എന്താണ്? ദേ പ്ലേ ആൻഡ് പ്ലേ, അവർ കളിക്കും, പിന്നെയും കളിക്കും. പ്ലേ ഓൾ ഡേ, ഒരു ദിവസം മുഴുവൻ, ദിവസങ്ങളോളം കളിക്കും. ദ സ്വിങ് ഓൺ എ സ്വിങ്, ദേ സ്വിങ് ഓൺ എ സ്വിങ്, അവർ എന്ത് ചെയ്യും? ഒരു ഊഞ്ഞാലിലാടി. സ്വിങ് ഓൾ ദ ഡേ, എന്താണ്? ആ ദിവസം മുഴുവൻ അവർ ആടി. ദെൻ പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. ഹേ ഡ്രോ റെയിൻ ഡ്രോപ്സ് ഇൻ ദ പിക്ചർ. നിങ്ങളുടെ ഈ പിക്ചറിൽ റെയിൻ ഡ്രോപ്സ് വരക്കാനാണ് പറഞ്ഞത്. റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴത്തുള്ളി വരക്കാനാണ് പറഞ്ഞത്. ഹായ് ഡാഷ്, അതായത് അവിടെ നിന്നൊരു ബ്ലാങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്, അത് നിങ്ങളോട് ഫിൽ ചെയ്യണം. വേർ ഈസ് പോളി, വേർ ഹാസ് ഷീ ഗോൺ, എവിടെയായിരിക്കും പോളി ആൻഡ് പോളി അവൾ എവിടേക്കായിരിക്കും പോകുന്നതെന്ന് നിങ്ങൾ ചോദിക്കണം. അപ്പോൾ ഇവിടെ ഹായ് എവ്രി വൺ എന്നോ, ഹായ് പോളി പാരറ്റ് എന്നോ, അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫിൽ ചെയ്യാം. ആക്ടിവിറ്റി 4 എന്താണ്? ഹെൽപ്പ് ദ ഫ്രണ്ട്സ് റീച്ച് പോളീസ് ഹോം. നിങ്ങൾ എന്ത് ചെയ്യണം? ഓളെ ഫ്രണ്ട്സിനെ പോളീൻ്റെ വീട്ടിലെത്തിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വഴി പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വഴി കാണിച്ചിരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ അതുപോലെ നിങ്ങൾ ആദ്യം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, പോസ് ചെയ്തിട്ട് നോക്കാം. നെക്സ്റ്റ്, വാട്ട് ഡു ദേ ടോക്ക്, എന്തായിരിക്കും അവർ സംസാരിച്ചിട്ട്? അങ്ങനെ അവരുടെ വീട്ടിൽ നിങ്ങൾ വഴി കാണിച്ചു കൊടുത്ത് വീട്ടിലെത്തി. ദെൻ അവരെന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്? ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ, നമ്മളെ പാഠഭാഗത്തിലുള്ളതാണ് ചിക്സ് എന്ന് നിങ്ങൾ എഴുതണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 എന്താ നോക്കാം. ഷാൾ വി ഫിൽ ദ ബാസ്ക്കറ്റ് വിത്ത് ഫ്രൂട്ട്സ്, യൂസ് ദ സ്റ്റിക്കർ ഗിവൺ ഇൻ ദ ബുക്ക്. നിങ്ങളുടെ ബുക്കിൽ സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കർ, അതായത് ഫ്രൂട്ട്സിൻ്റെ സ്റ്റിക്കർ ആയിരിക്കും. ആ സ്റ്റിക്കർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബാസ്ക്കറ്റ് ഫിൽ ചെയ്യണം. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, ഓറഞ്ച്, ബനാന. ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, ഓറഞ്ച്, ബനാന. ഈ സ്റ്റിക്കേഴ്സ് നിങ്ങളുടെ ബുക്കിൻ്റെ ബാക്കിലായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ബാസ്ക്കറ്റ് ഫില്ല് ചെയ്യണം. ഫ്രൂട്ട്സ് വെച്ചിട്ട് ബാസ്ക്കറ്റ് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യാം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ആഡ് ലൈൻസ് ടു ദ സോങ്സ്. നമ്മൾ നേരത്തെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആഡ് ലൈൻസ് ടു ദ സോങ്സ്. അതേ പരിപാടി തന്നെ ഇവിടെയും. നമ്മളോട് ഒരു ലൈൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ പോയം കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് പാടി നോക്കാം. Our Polly, dear Polly, sitting on her eggs. Our Polly, dear Polly, eat this apple. Our Polly, dear Polly. ഈ വാക്കിന് നമ്മൾ ഫില്ല് ചെയ്യണം. ആദ്യം അവർ പോളി ഡിയർ പോളി സിറ്റിംഗ് ഓൺ ഹർ എഗ്സ് പറഞ്ഞു, ഈറ്റ് ദിസ് ആപ്പിൾ പറഞ്ഞു,
നമുക്ക് അവർ പോളി ഡിയർ പോളി എന്ത് പറയാം, എന്താ പ്ലേ വിത്ത് അസ് എന്ന് പറയാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടൊരു ലൈൻ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, നിങ്ങളായിട്ട് നിങ്ങളൊരു ലൈൻ ആഡ് ചെയ്യാം. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 8, വാട്ട് ഡസ് പോളി സേ? എന്താണ് പോളി പറയുന്നത്? ഹായ് മോം. അപ്പോൾ എന്തായിരിക്കും പോളി സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക? ഹായ് ചിക്സ്. അത് ഫില്ല് ചെയ്യുക. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 9, വാട്ട് ഡു ദ ലിറ്റിൽ പാരറ്റ് ഈറ്റ്? ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഫുഡ് ദേ ഈറ്റ് ഇൻ ദ ബൗൾ. നിങ്ങൾ എന്ത് ചെയ്യണം, ബൗളിൽ എന്താണ് ലിറ്റിൽ പാരറ്റ് തിന്നുന്ന ഫുഡ് ഐറ്റം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഈ ചിത്രത്തിൽ ഈ ബൗളിൽ വരക്കാനാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ കുറച്ച് ഗ്രെയിൻസിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ തത്തമ്മ എന്തായിരിക്കും തിന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഡ്രോ ചെയ്ത് ഫില്ല് ചെയ്യുക, ബൗൾ ഫില്ല് ചെയ്യുക. പോളി ഹാസ് ഡാഷ് ലിറ്റിൽ പാരറ്റ്സ്. ഇതും നമ്മുടെ ടെസ്റ്റിൽ അതേ സെൻറ്റൻസ് ആണ് പറയുന്നത്. അതായത് നമ്മുടെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചതിൻ്റെ അതേ സെൻറ്റൻസ് ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് പറയാം, ദ പോളി ഹാസ് 3 ലിറ്റിൽ പാരറ്റ് എന്ന് നമ്മൾ എഴുതണം. ദെൻ ദ ലിറ്റിൽ പാരറ്റ് ഈറ്റ്സ്. എന്താണ് ലിറ്റിൽ പാരറ്റ് ഈറ്റ് ചെയ്യുന്നത്? നമുക്ക് വീറ്റ് എന്നോ ഗ്രെയിൻ എന്നോ എന്ന് നമുക്ക് ഫില്ല് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താണ് ഇവിടെ വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്താൽ മതി. ജിൽ, ഡിൽ ആൻഡ് റിൽ. യെസ്, ആ 3 ഇതല്ലേ എന്ത് 3 ലിറ്റിൽ പാരറ്റ്സ്, അവരുടെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ആം ജിൽ, ഐ ഹാവ് എ ബിഗ് ബീക്ക് അല്ലേ. ഐ ആം ഡിൽ, ഐ ഹാവ് ലോങ് ലെഗ്സ്. പിന്നെന്താണ് ഐ ആം റിൽ, ഐ ഹാവ് എന്താണ് എ റെഡ് റിംഗ്. ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പം എൻ്റെ വീഡിയോ ഓൺ ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ആക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോസ് ചെയ്ത് സ്വയം ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഓൺ ചെയ്തിട്ട് അത് ശരിയാണോ ചെക്ക് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അപ്പോഴാണ് ഇതൊരു യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മാറുള്ളൂ. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 11, ലെറ്റ് us sing and add lines to the rhyme. നമ്മോട് പിന്നെയും ഒരു ലൈൻ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം പോയം വായിച്ച് നോക്കാം. 1 2 3 ജിൽ ഡിൽ റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. ഇനി നമ്മൾ അതുപോലെ നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. 1 2 3 ജിൽ ഡിൽ റിൽ ഡാഷ് അപ്പ് ഇൻ ദ സ്കൈ എന്നാണ്. അപ്പം നമുക്ക് എന്താ പറയാം, നമുക്ക് പറയാം, നമുക്ക് വേണമെങ്കിൽ റൈസ് ആൻഡ് റൈസ് അപ്പ് ഇൻ ദ സ്കൈ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേ ആൻഡ് പ്ലേ അപ്പ് ഇൻ ദ സ്കൈ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഫില്ല് ചെയ്യാം. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 12, വാട്ട് ഈസ് പോളി ആസ്കിങ്? പോളി എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പം അവളുടെ ചിക്സ് 2 ആളുടെ റിൽ ഫ്ലൂ എവേ മോം എന്ന് പറഞ്ഞു. റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലൂ എവേ പറന്നു പോയി അമ്മയെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ റിൽ എന്ത് ചെയ്യും, ഒരു റെഡ് പെയിൻറ്റ് ടിന്നിൽ വീണ് പോവില്ലേ. സോ അതാണ് സംഭവിച്ചത്. അപ്പം നമ്മുടെ അമ്മ ചോദിക്കൂലേ തൻ്റെ മക്കളെ കാണാഞ്ഞാൽ, അതുപോലെ ചോദിക്കുകയാണ്. സോ നമ്മുടെ എന്ത് ചെയ്യണം, അവിടെ ഫില്ല് ചെയ്യണം. എന്താ ചോദിക്കാം, യെസ് വേർ ഈസ് റിൽ എന്ന് ചോദിക്കാം അല്ലേ. വേർ ഈസ് റിൽ എന്ന് ചോദിക്കാം, അത് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 13, ക്യാൻ യു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ? നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. സോ നോക്കാം. ഐ വാസ് ഗ്രീൻ, ഐ ആം എന്താണ് ഇപ്പം, ഐ വാസ് ഗ്രീൻ ഞാൻ ഗ്രീൻ ആയിരുന്നു. ഐ ആം ഡാഷ് നൗ ഇപ്പം ഞാൻ എന്തായിട്ട് മാറി, യെസ് ഇവിടെ എന്ത് ഫില്ല് ചെയ്യുക, റെഡ് എന്ന് ഫില്ല് ചെയ്യാം. RED റെഡ് കളർ, ഓക്കെ ചുവപ്പ് നിറം. നെക്സ്റ്റ് ആക്ടിവിറ്റി 14, വാട്ട് ഡു ദേ സേ? എന്താണ് അവർ പറയുന്നത് നോക്കാം. ഈസ് ദാറ്റ് യുവർ ഫ്രണ്ട്? അത് നിൻ്റെ ഫ്രണ്ടാണോ? അപ്പം എന്തോ പറയുന്നുണ്ട്, ഡില്ലും ജില്ലും എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അവരെന്താ പറയുക, നോ മോം എന്ന് പറയാൻ സാധ്യതയുണ്ട് അല്ലേ, കാരണം അവർക്ക് നിറം മാറിയതുകൊണ്ട് അവർക്ക് ആളെ മനസ്സിലായില്ല. സോ നോ മോം എന്ന് നിങ്ങൾ ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 15, വാട്ട് ഡസ് റിൽ സേ? എന്തായിരിക്കും റിൽ പറയാം. ഐ വാസ് റെഡ്, നൗ ഐ ആം ഞാൻ എന്തായി മാറിയിരുന്നു, റെഡായി മാറിയിരുന്നു. നൗ ഐ ആം എന്താ കളറായിട്ട് മാറിയത്, ഗ്രീൻ. നൗ ഐ ആം ഗ്രീൻ എന്ന് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 16, ഹെൽപ്പ് ദ ഹണി ബി റീച്ച് ദ ബിഹീവ്. അപ്പം നിങ്ങളോട് പറയുന്നത് തേനീച്ചക്കൂട്ടിലേക്ക് നിങ്ങൾ എത്തിക്കാനാണ് പറഞ്ഞത്. സോ എന്താണ് നമ്മളെ തേനീച്ചക്കൂട്ടിൽ എത്തിക്കണം. ഹൗ മെനി ക്യാരക്ടർ ഡിഡ് ദ ഹണി ബി സീ ഓൺ ദ വേ? സോ നിങ്ങളോട് ചോദിക്കുകയാണ്, ഏതൊക്കെ ആൾക്കാരെയാണ് ഹണിബി തൻ്റെ കൂട്ടിലേക്ക് പോകുന്ന സമയത്ത്, തേനീച്ചക്കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് കണ്ടത്? അവരുടെ പേര് നിങ്ങൾ ഈ ബോക്സിൽ എഴുതണം. സോ നമ്മുടെ എഴുതി ചേർക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ ഫൈൻഡ് ചെയ്ത വേയിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ എഴുതുക. എന്നിട്ട് എൻ്റേത് നോക്കിയാൽ മതി. ഓക്കെ. സോ ഞാൻ എൻ്റെ വഴിയിൽ തേനീച്ചക്കൂട്ടിലാക്കാൻ ശ്രമിച്ച വഴിയിൽ ഞാൻ കണ്ട ആൾക്കാരെയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങളെ തേനീച്ചയെ വഴിയിൽ ആക്കി കൊടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ആരൊക്കെ മീറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങളിവിടെ എഴുതാം. സോ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ്
ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് റിൽ? നിങ്ങൾക്ക് സ്റ്റോറി ഓഫ് റിൽ ഇഷ്ടമായോ എന്നാണ് ചോദിക്കുന്നത്. ദെൻ എന്താണ് സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറീസ് ആർ ഗിവൺ ബിലോ. ചില ഇവൻറ്റുകൾ അല്ലേ നമ്മളെ റില്ല് പോയതും ചുവപ്പായതൊക്കെ കാണിക്കുന്നുണ്ട്. കളക്ട് ദി ഇവൻറ്റ്സ് യൂസിങ് ആരോ മാർക്ക്. നിങ്ങൾ ആരോ മാർക്ക് വെച്ചിട്ട് എന്താണ് ആ ഇവൻറ്റ് കറക്റ്റ് ഓർഡറൈസ് ചെയ്യാനാണ് പറയുന്നത്. റിൽ ഫ്ലൂ അവേ, റിൽ ഫെൽ ഇൻ ടു എ ടീ. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പോൾ നമുക്കിവിടെ ഒരു ആരോ മാർക്ക് ഇടാം. എന്നിട്ട് പറയാം റിൽ ഈസ് റെഡ്, റിൽ ഈസ് റെഡ്. ഈ റെഡായ റില്ല് പിന്നെ എന്തായിട്ട് മാറി? യെസ്, ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് അല്ലേ, അതാണ് സംഭവിച്ചത്. സോ നമ്മൾ അവിടേക്ക് ഒരു ആരോ മാർക്ക് വരച്ചിട്ടുണ്ട്. ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? റിലീസ് ഗ്രീൻ അഗെയിൻ, റിലീസ് ഗ്രീൻ അഗെയിൻ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഒരു ആരോ മാർക്ക് വരച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂണിറ്റ് 2. സോ ഇത്രയും ഭാഗം നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ ഞാൻ ചെയ്ത ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സോ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ആക്ടിവിറ്റി വെൽ. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം, ഒരു സഹായം എന്ന നിലക്ക് മാത്രം നിങ്ങൾ എൻ്റെ വീഡിയോ പ്ലേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങളെല്ലാം രസമായിട്ട് പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണിത്. സോ ഇത് വെറുതെ നഷ്ടപ്പെടുത്തരുത്. So ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. So thank you for watching. Then do like, share and subscribe. Okay, bye.